ജെറമിയായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. അധ്യായം 7. ദൈവാലയത്തിലെ പ്രസംഗം. കർത്താവ് ജെറമിയായോട് അരുളിച്ചെയ്തു, നീ കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് ഇങ്ങനെ വിളംബരം ചെയ്യുക. കർത്താവിനെ ആരാധിക്കാൻ ഈ വാതിലുകളിലൂടെ പ്രവേശിക്കുന്ന യൂദാനിവാസികളെ, കർത്താവിൻ്റെ വാക്കു കേൾക്കുവിൻ. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും നേരെയാക്കുവിൻ. എങ്കിൽ ഈ സ്ഥലത്ത് വസിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കാം. കർത്താവിൻ്റെ ആലയം, കർത്താവിൻ്റെ ആലയം, കർത്താവിൻ്റെ ആലയം എന്ന പൊള്ളവാക്കുകളിൽ ആശ്രയിക്കരുത്. നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും തിരുത്തിയാൽ, അയൽക്കാരനോട് യഥാർത്ഥമായ നീതി പുലർത്തിയാൽ, പരദേശിയെയും അനാഥനെയും വിധവയെയും ചൂഷണം ചെയ്യാതെയും ഇവിടെ നിഷ്കളങ്ക രക്തം ചിന്താതെയും ഇരുന്നാൽ, നിങ്ങളുടെ തന്നെ നാശത്തിന് അന്യദേവന്മാരുടെ പിറകെ പോകാതിരുന്നാൽ, ഇവിടെ നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ നൽകിയ ഈ ദേശത്ത് എന്നേക്കും വസിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കും. ഇതാ, പൊള്ളവാക്കുകളിലാണ് നിങ്ങൾ ആശ്രയിക്കുന്നത്. അത് വ്യർത്ഥമാണ്. നിങ്ങൾ മോഷ്ടിക്കുകയും കൊല്ലുകയും വ്യഭിചാരം ചെയ്യുകയും കള്ളസാക്ഷി പറയുകയും ബാലിന് ധൂപമർപ്പിക്കുകയും നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ദേവന്മാരെ പിൻചെല്ലുകയും ചെയ്യുന്നു. എന്നിട്ട് എൻ്റെ നാമത്തിലുള്ള ഈ ആലയത്തിൽ എൻ്റെ സന്നിധിയിൽ വന്നു നിന്ന് ഞങ്ങൾ സുരക്ഷിതരാണെന്ന് പറയുന്നുവോ? ഈ മ്ലേച്ഛതകളെല്ലാം സുരക്ഷിതമായി തുടരാമെന്നോ? എൻ്റെ നാമം വഹിക്കുന്ന ഈ ആലയം നിങ്ങൾക്ക് മോഷ്ടാക്കളുടെ ഗുഹയോ? ഇതാ, ഞാൻ തന്നെ ഇത് കാണുന്നുണ്ട്. കർത്താവ് അരുളിച്ചെയ്യുന്നു, എൻ്റെ നാമം ഞാൻ ആദ്യം പ്രതിഷ്ഠിച്ച ശീലോയിൽ ചെന്ന് നോക്കുവിൻ. എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ദുഷ്ടത മൂലം ഞാൻ അവിടെ എന്താണ് ചെയ്തതെന്ന് കാണുവിൻ. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഈ പ്രവൃത്തികളെല്ലാം നിങ്ങൾ ചെയ്തു. ഞാൻ വീണ്ടും വീണ്ടും സംസാരിച്ചിട്ടും നിങ്ങൾ ചെവിക്കൊണ്ടില്ല. ഞാൻ വിളിച്ചു, നിങ്ങൾ കേട്ടില്ല. അതുകൊണ്ട് ശീലോയോട് ചെയ്തത് തന്നെ എൻ്റെ നാമത്തിലുള്ള നിങ്ങൾ ആശ്രയിക്കുന്ന ഈ ആലയത്തോടും നിങ്ങളുടെ പിതാക്കന്മാർക്കും നിങ്ങൾക്കുമായി നൽകിയ ഈ സ്ഥലത്തോടും ഞാൻ പ്രവർത്തിക്കും. നിങ്ങളുടെ സഹോദരങ്ങളായ എഫ്രായിം സന്തതികളെ പുറന്തള്ളിയതുപോലെ നിങ്ങളെയും എൻ്റെ സന്നിധിയിൽ നിന്ന് ഞാൻ പുറന്തള്ളും. ആരാധനയിലെ അനാചാരങ്ങൾ. ഈ ജനത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കരുത്. അവർക്ക് വേണ്ടി നിലവിളിക്കുകയോ യാചിക്കുകയോ വേണ്ട. അവർക്ക് വേണ്ടി എൻ്റെ മുൻപിൽ നീ മാധ്യസ്ഥം പറയരുത്. ഞാൻ നിൻ്റെ അപേക്ഷ കേൾക്കുകയില്ല. യൂദയായിലെ നഗരങ്ങളിലും ജെറുസലേമിലെ തെരുവീഥികളിലും അവർ ചെയ്യുന്നതെന്തെന്ന് നീ കാണുന്നില്ലേ? ആകാശരാജ്ഞിക്ക് സമർപ്പിക്കുന്നതിനു വേണ്ടി അപ്പം ചുടാൻ കുഞ്ഞുങ്ങൾ വിറക് പെറുക്കുന്നു. പിതാക്കന്മാർ തീയൂതുന്നു. സ്ത്രീകൾ മാവ് കുഴയ്ക്കുന്നു. എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടി അവർ അന്യദേവന്മാർക്ക് പാനീയ നൈവേദ്യം ഒഴുക്കുന്നു. എന്നെയാണോ അവർ പ്രകോപിപ്പിക്കുന്നത്? കർത്താവ് ചോദിക്കുന്നു. അല്ല, തങ്ങളെ തന്നെയാണ് പ്രകോപിപ്പിച്ച് പരിഭ്രാന്തിയിൽ ആഴ്ത്തുന്നത്. ആകയാൽ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഈ ദേശത്തെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മരങ്ങളുടെയും ഭൂമിയിലെ ഫലങ്ങളുടെയും മേൽ എൻ്റെ കോപവും ക്രോധവും ഞാൻ ചൊരിയും. അത് ശമിക്കാതെ കത്തിയെരിയും. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, ബലികളും അവയ്ക്കുമേൽ ദഹനബലികളും അർപ്പിക്കുവിൻ. അവയുടെ മാംസം മുഴുവൻ നിങ്ങൾ തന്നെ തിന്നുവിൻ. ഈജിപ്തിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ടുവന്നപ്പോൾ ബലികളെപ്പറ്റിയോ ദഹനബലികളെപ്പറ്റിയോ ഞാൻ അവരോട് സംസാരിക്കുകയോ കൽപ്പിക്കുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു, എൻ്റെ വാക്ക് അനുസരിക്കുവിൻ. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ, നിങ്ങൾക്ക് ശുഭമായിരിക്കും. അവരാകട്ടെ അനുസരിക്കുകയോ കേൾക്കുക പോലുമോ ചെയ്തില്ല. തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ പ്രേരണയനുസരിച്ച് തന്നിഷ്ടം പോലെ അവർ നടന്നു. അവരുടെ നടപ്പ് മുന്നോട്ടല്ല പിന്നോട്ടായിരുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഇന്നുവരെ തുടർച്ചയായി എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ അവരുടെ അടുക്കലേക്ക് ഞാൻ അയച്ചു. എന്നാൽ അവർ എന്നെ അനുസരിക്കുകയോ ശ്രവിക്കുക പോലുമോ ചെയ്തില്ല. പ്രത്യുര മർക്കടമുഷ്ടിയോടെ അവർ തങ്ങളുടെ പൂർവീകന്മാരെക്കാൾ അധികം തിന്മ ചെയ്തു. ആകയാൽ നീ ഇക്കാര്യങ്ങളെല്ലാം അവരോട് പറയണം. എന്നാൽ അവർ കേൾക്കുകയില്ല. നീ അവരെ വിളിക്കണം, അവർ വിളി കേൾക്കുകയില്ല. നീ അവരോട് പറയണം, തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാത്ത, ശിക്ഷണം സ്വീകരിക്കാത്ത ഒരു ജനമാണിത്.
സത്യം അസ്തമിച്ചിരിക്കുന്നു. അവരുടെ നാവിൽ നിന്ന് അത് തുടച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. നീ മുടി അറുത്തെറിയുക, മലമുകളിൽ കയറി വിലാപഗാനം ആലപിക്കുക. താൻ വെറുക്കുന്ന സന്തതിയെ കർത്താവ് ഉപേക്ഷിച്ചു പുറന്തള്ളിയിരിക്കുന്നു. കർത്താവ് അരുളിച്ചെയ്യുന്നു, യൂദായുടെ സന്തതി എൻ്റെ മുൻപിൽ തിന്മ ചെയ്തു. എൻ്റെ നാമം വഹിക്കുന്ന ആലയം അശുദ്ധമാക്കാൻ അവർ തങ്ങളുടെ തന്നെ മേച്ചിതകൾ സ്ഥാപിച്ചു. തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ഹോമിപ്പിക്കാൻ ബൻഹിന്നോം താഴ്വരയിൽ അവർ തോഫെത്തിനു യാഗം പീഠം നിർമ്മിച്ചു. അത് ഞാൻ കൽപ്പിച്ചതല്ല, ചിന്തിച്ചതുപോലുമില്ല. ആകയാൽ കർത്താവ് അരുളിച്ചെയ്യുന്നു, തോഫെത്ത് എന്നോ ബെൻഹിന്നോം താഴ്വരയെന്നോ അല്ല, കൊലയുടെ താഴ്വര എന്ന് അത് വിളിക്കപ്പെടുന്ന കാലം വരുന്നു. വേറെ സ്ഥലമില്ലാത്തതിനാൽ തോഫെത്ത് ശ്മശാനമായി മാറും. ഈ ജനത്തിൻ്റെ മൃതശരീരങ്ങൾ ആകാശത്തിലെ പറവകൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഭക്ഷണമായി തീരും. അവയെ ഓടിച്ചു കളയാൻ ആരുമുണ്ടായിരിക്കുകയില്ല. യൂദായിലെ നഗരങ്ങളിൽ നിന്നും ജെറുസലേമിലെ തെരുവീഥികളിൽ നിന്നും ആഹ്ലാദത്തിമിർപ്പും ആനന്ദാരവവും മണവാളൻ്റെയും മണവാട്ടിയുടെ മധുരസ്വരവും ഞാൻ ഇല്ലാതാക്കും. ദേശം വിജനമായി തീരും. അധ്യായം 8. കർത്താവ് അരുളിച്ചെയ്യുന്നു, അക്കാലത്ത് യൂദാ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും പ്രവാചകന്മാരുടെയും ജെറുസലേം നിവാസികളുടെയും അസ്ഥികൾ കല്ലറയിൽ നിന്ന് പുറത്തെടുക്കപ്പെടും. അവർ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും അന്വേഷിക്കുകയും അനുഗമിക്കുകയും ആരാധിക്കുകയും ചെയ്ത സൂര്യചന്ദ്രന്മാരുടെയും ആകാശശക്തികളുടെയും മുൻപിൽ അവ നിരത്തി വയ്ക്കപ്പെടും. ആരും അവ ശേഖരിച്ച് സംസ്കരിക്കുകയില്ല. ചാണകം പോലെ അവ ഭൂമുഖത്ത് ചിതറിക്കിടക്കും. ദുഷിച്ച ഈ തലമുറയിൽ അവശേഷിക്കുന്നവർക്ക് ഞാൻ അവരെ ചിതറിച്ച അടിമത്തത്തിൻ്റെ നാടുകളിൽ ജീവനേക്കാൾ മരണം അഭികാമ്യമായി അനുഭവപ്പെടും. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. പാപവും ശിക്ഷയും. നീ അവരോട് പറയുക, കർത്താവ് അരുളിച്ചെയ്യുന്നു, വീണവൻ എഴുന്നേൽക്കുകയില്ലേ? വഴിതെറ്റിയവൻ മടങ്ങി വരാതിരിക്കുമോ? എന്തുകൊണ്ടാണ് ഈ ജനം ഒടുങ്ങാത്ത മാത്സര്യത്തോടെ മറുതലിക്കുന്നത്? വഞ്ചനയിലാണ് അവർക്ക് ആസക്തി, തിരിച്ചു വരാൻ അവർക്ക് മനസ്സില്ല. അവർ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു കേട്ടു. അവർ സത്യമല്ല പറഞ്ഞത്. എന്താണ് ഞാൻ ഈ ചെയ്തതെന്ന് പറഞ്ഞ് ഒരുവൻ തൻ്റെ ദുഷ്ടതയെക്കുറിച്ച് അനുതപിക്കുന്നില്ല. പടക്കളത്തിലേക്ക് പായുന്ന കുതിരയെപ്പോലെ ഓരോരുത്തനും അവനവൻ്റെ വഴിക്ക് പോകുന്നു. ആകാശത്തിൽ പറക്കുന്ന ഞാറപ്പക്ഷിക്ക് പോലും അതിൻ്റെ കാലമറിയാം. മാടപ്രാവും മീവൽ പക്ഷിയും കൊക്കും തിരിച്ചു വരാനുള്ള സമയം പാലിക്കുന്നു. എൻ്റെ ജനത്തിനാകട്ടെ കർത്താവിൻ്റെ കൽപ്പന അറിഞ്ഞുകൂടാ. ഞങ്ങൾ ജ്ഞാനികളാണ്, കർത്താവിൻ്റെ നിയമം ഞങ്ങൾ അനുസരിക്കുന്നു എന്ന് നിങ്ങൾക്കെങ്ങനെ പറയാൻ കഴിയും? നിയമജ്ഞന്മാരുടെ വ്യാജമായ തൂലിക നിയമത്തെ വ്യാജമാക്കിയിരിക്കുന്നു. ജ്ഞാനികൾ ലജ്ജിതരാകും, അവർ സംഭ്രമിക്കുകയും പിടിക്കപ്പെടുകയും ചെയ്യും. കർത്താവിൻ്റെ വാക്കുകളെ അവർ നിരസിച്ചു. അവരുടെ ജ്ഞാനം കൊണ്ട് എന്ത് ഫലം? അവരുടെ ഭാര്യമാരെ ഞാൻ അന്യർക്ക് കൊടുക്കും, അവരുടെ നിലങ്ങൾ കവർച്ചക്കാരെ ഏൽപ്പിക്കും. എന്തെന്നാൽ വലിയവനും ചെറിയവനും ഒന്നുപോലെ അന്യായ ലാഭത്തിൽ ആർത്തി പൂണ്ടിരിക്കുന്നു. പ്രവാചകനും പുരോഹിതനും കപടമായി പെരുമാറുന്നു. അശ്രദ്ധമായിട്ടാണ് എൻ്റെ ജനത്തിൻ്റെ മുറിവുകൾ അവർ വച്ചുകെട്ടുന്നത്. സമാധാനം ഇല്ലാതിരിക്കെ സമാധാനം സമാധാനമെന്ന് അവർ പറയുന്നു. മ്ലേച്ഛത പ്രവർത്തിച്ചപ്പോൾ അവർക്ക് ലജ്ജ തോന്നിയോ? ഇല്ല, ഒട്ടുമില്ല. ലജ്ജ എന്തെന്ന് അവർ മറന്നുപോയി. അതുകൊണ്ട് മറ്റുള്ളവരെ പോലെ അവരും വീണുപോകും. ഞാൻ വിധിക്കാൻ വരുന്ന ദിവസം അവർ നാശമടയും. കർത്താവ് അരുളിച്ചെയ്യുന്നു. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ വിളവെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നാൽ മുന്തിരിച്ചെടിയിൽ പഴമില്ല, അത്തിവൃക്ഷത്തിൽ കായ്കളുമില്ല, ഇല പോലും വാടിക്കൊഴിഞ്ഞു. അതിനാൽ അവരുടെ നേരെ ഞാൻ വിനാശകനെ അയക്കും. നാം എന്തിന് ഇങ്ങനെ ഇരിക്കുന്നു? നമുക്കൊരുമിച്ച് ഉറപ്പുള്ള നഗരങ്ങളിലേക്ക് പോകാം. അവിടെ വെച്ച് നാം നശിച്ചുകൊള്ളട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിനെതിരെ പാപം ചെയ്തതുകൊണ്ട് അവിടുന്ന് വിഷം തന്നു നമ്മെ നശിപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. നമ്മൾ സമാധാനം അന്വേഷിച്ചു, ഫലമുണ്ടായില്ല. രോഗശാന്തി ആഗ്രഹിച്ചു, ലഭിച്ചൊരോ ഭീതി. ദാനിൽ അവരുടെ കുതിരകളുടെ ഫുൽക്കാരം കേൾക്കുന്നു. അവരുടെ പടക്കുതിരകളുടെ ഘോഷാരം
ദേശത്തെ കിടിലം കൊള്ളിക്കുന്നു. അവർ ദേശത്തെയും ദേശത്തുള്ള സകലതിനെയും നഗരത്തെയും നഗരവാസികളെയും സംഹരിക്കുന്നു. ഇതാ, നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ സർപ്പങ്ങളെയും അണലികളെയും വിടുന്നു. അവയെ മയക്കാൻ നിങ്ങളെക്കൊണ്ടാവില്ല. അവ നിങ്ങളെ ദംശിക്കും. കർത്താവാണ് ഇത് പറയുന്നത്. ജെറമിയായുടെ ദുഃഖം. ശമനമില്ലാത്ത ദുഃഖത്തിലാണ് ഞാൻ. കഥനഭാരം ഹൃദയത്തെ മഥിക്കുന്നു. എൻ്റെ ജനത്തിൻ്റെ വിലാപം ദേശത്തെങ്ങും മാറ്റൊലി കൊള്ളുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? കർത്താവ് സിയോനിലില്ലേ? അവളുടെ രാജാവ് അവളുടെ മധ്യയില്ലേ? അവർ തങ്ങളുടെ കൊത്തുരൂപങ്ങൾ കൊണ്ടും അന്യദേവന്മാരെ കൊണ്ടും എന്തിനാണ് എന്നെ കുപിതനാക്കുന്നത്? വിളവെടുപ്പ് തീർന്നു, വേനൽക്കാലം അവസാനിച്ചു, എന്നിട്ടും നാം രക്ഷപ്പെട്ടില്ല. എൻ്റെ ജനത്തിൻ്റെ മുറിവ് എൻ്റെ ഹൃദയത്തെയും വ്രണതമാക്കുന്നു. ഞാൻ ദുഃഖിതനാണ്, ഭീതി എന്നെ ഗ്രസിച്ചിരിക്കുന്നു. ഗിലെയാദിൽ ഔഷധമില്ലേ? രോഗശാന്തി നൽകാൻ അവിടെ ഭിഷഗ്വരനില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ ജനത്തിന് രോഗശാന്തി ഉണ്ടാകാത്തത്? അധ്യായം 9. യൂദായുടെ അകൃത്യങ്ങൾ. എൻ്റെ ശിരസ് ഒരു കണ്ണീർ തടാകവും എൻ്റെ കണ്ണുകൾ അശ്രുധാരയും ആയിരുന്നെങ്കിൽ, എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹതന്മാരെ ഓർത്ത് ഞാൻ രാപ്പകൽ കരയുമായിരുന്നു. മരുഭൂമിയിൽ എനിക്കൊരു വഴിയമ്പലം ലഭിച്ചിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ജനത്തെ വിട്ട് അകന്നു പോകുമായിരുന്നു. വഞ്ചകരായ ഒരു കൂട്ടം വ്യഭിചാരികളാണവർ. വില്ലുപോലെയാണ് അവരുടെ നാവ് വളയുന്നത്. സത്യമല്ല, കാപട്യമാണ് ദേശത്ത് ശക്തിപ്പെടുന്നത്. തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് അവർ നീങ്ങുന്നു. അവർ എന്നെ അറിയുന്നില്ല. കർത്താവ് അരുളിച്ചെയ്യുന്നു. ഓരോരുത്തരും അയൽക്കാരനെതിരെ കരുതലോടെ ഇരിക്കട്ടെ. ഒരു സഹോദരനിലും വിശ്വാസം അർപ്പിക്കുകയും വേണ്ട. സഹോദരന്മാരൊക്കെ ചതിയന്മാരാണ്. അയൽക്കാരെല്ലാവരും ഏഷണിക്കാരും. അവർ അയൽക്കാരനെ വഞ്ചിക്കുന്നു. ഒരുവനും സത്യം പറയുന്നില്ല. കള്ളം പറയാനാണ് അവരുടെ നാവിന് ശീലം. അതിക്രമത്തിൽ മുഴുകി അവർ അനുതപിക്കുന്നുമില്ല. മർദ്ദനത്തിനുമേൽ മർദ്ദനവും വഞ്ചനയ്ക്കുമേൽ വഞ്ചനയും കുന്നുകൂടുന്നു. അവർ എന്നെ അറിയാൻ വിസമ്മതിക്കുന്നു. കർത്താവാണ് ഇത് പറയുന്നത്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ അവരെ ചൂളയിലൊരുക്കി ശുദ്ധീകരിക്കും. എൻ്റെ ജനത്തോട് ഞാൻ മറ്റെന്താണ് ചെയ്യുക? അവരുടെ നാവ് മാരകമായ അസ്ത്രമാണ്. അത് വഞ്ചന പൊഴിക്കുന്നു. അയൽക്കാരനോട് സൗഹൃദമായി സംസാരിക്കുമ്പോഴും അവർ തങ്ങളുടെ ഹൃദയത്തിൽ കെണിയൊരുക്കുകയാണ്. കർത്താവ് ചോദിക്കുന്നു, ഈ കൃത്യങ്ങൾക്ക് ഞാൻ അവരെ ശിക്ഷിക്കേണ്ടതല്ലേ? ഇത്തരമൊരു ജനതയോട് ഞാൻ പ്രതികാരം ചെയ്യരുതെന്നോ? കുന്നുകളെക്കുറിച്ച് വിലപിക്കുവൻ, മരുഭൂമിയിലെ മേച്ചിൽപ്പുറങ്ങളെക്കുറിച്ച് വിലാപഗാനം ആലപിക്കുവൻ. അവ ശൂന്യമായിരിക്കുന്നു, ആരും അതിലെ കടന്നു പോകുന്നില്ല. കന്നുകാലികളുടെ കരച്ചിൽ കേൾക്കാനില്ല. പക്ഷികളും മൃഗങ്ങളും അവിടം വിട്ടു പോയിരിക്കുന്നു. ഞാൻ ജെറുസലേമിനെ ഒരു നാശകൂമ്പാരവും കുറുക്കൻ്റെ സങ്കേതവുമാക്കും. യൂദായിലെ നഗരങ്ങളെ വിജനഭൂമിയാക്കും. ഇത് ഗ്രഹിക്കാൻ ആർക്ക് ജ്ഞാനമുണ്ട്? ഇത് വിളംബരം ചെയ്യാൻ ആരോടാണ് കർത്താവ് കൽപ്പിച്ചത്? ആരും വഴി നടക്കാത്ത വിധം ദേശത്തെ നശിപ്പിച്ച് മരുഭൂമി പോലെ പാഴാക്കിയതെന്തിനാണ്? കർത്താവ് അരുളി ചെയ്യുന്നു. എൻ്റെ നിയമം അവർ അവഗണിച്ചു. എൻ്റെ വാക്കവർ കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്തില്ല. തങ്ങളുടെ പിതാക്കന്മാരെ പോലെ അവരും തന്നിഷ്ടത്തിൽ മുറുകെ പിടിച്ച് ബാൽദേവൻ്റെ പിറകെ നടന്നു. ആകയാൽ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ഈ ജനത്തെ ഞാൻ കാഞ്ഞിരം തീറ്റിക്കുകയും വിഷം കുടിപ്പിക്കുകയും ചെയ്യും. അവരോ അവരുടെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത ജനതകളുടെ ഇടയിലേക്ക് ഞാൻ അവരെ ചിതറിക്കും. അവർ നിശേഷം നശിക്കുന്നതുവരെ വാളവരെ പിന്തുടരും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. വിലാപകാരികളെ വരുത്തുവൻ, അതിൽ സമൃദ്ധരായ സ്ത്രീകളെ ആളയച്ചു വരുത്തുവൻ. അവർ തിടുക്കത്തിലെത്തി നമുക്ക് വേണ്ടി വിലപിക്കട്ടെ. അങ്ങനെ നമ്മുടെ കണ്ണുകൾ നിറയട്ടെ, കൺപോളകൾ കവിഞ്ഞൊഴുകട്ടെ. ഇതാ, സിയോനിൽ നിന്നൊരു വിലാപസ്വരം. നാം നശിച്ചു, നാം അത്യന്തം ലജ്ജിതരായിരിക്കുന്നു. അവർ നമ്മുടെ വീടുകൾ നശിപ്പിച്ചു, നാടു നമ്മൾ ഉപേക്ഷിച്ചു. സ്ത്രീകളെ, കർത്താവിൻ്റെ വാക്കു കേൾക്കുവേൻ, അവിടുന്ന് പറയുന്നത് ശ്രദ്ധിക്കുവേൻ. നിങ്ങളുടെ പുത്രിമാരെ വിലാപഗാനം പഠിപ്പിക്കുവേൻ. ഓരോരുത്തരും അയൽക്കാരിയെ ചരമഗീതം അഭ്യസിപ്പിക്കട്ടെ.
മരണം നമ്മുടെ കിളിവാതിലിലൂടെ കയറി വരുന്നു. നമ്മുടെ കൊട്ടാരങ്ങളിൽ അത് പ്രവേശിച്ചു കഴിഞ്ഞു. തെരുവുകളിൽ കുട്ടികളും പൊതുസ്ഥലങ്ങളിൽ യുവാക്കളും മരിച്ചു വീഴുന്നു. പറയുക, കർത്താവ് അരുളിച്ചെയ്യുന്നു, മനുഷ്യരുടെ മൃതദേഹങ്ങൾ മൈതാനത്തിൽ വീഴുന്ന ചാണകം പോലെയും കൊയ്ത്തുകാരൻ്റെ കയ്യിൽ നിന്ന് പൊഴിയുന്ന കതിർമണി പോലെയും നിപതിക്കും. ആരും അവ ശേഖരിക്കുകയില്ല. കർത്താവ് അരുളിച്ചെയ്യുന്നു, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ. ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കാതിരിക്കട്ടെ. സമ്പന്നൻ തൻ്റെ സമ്പത്തിൽ വലിപ്പം ഭാവിക്കാതിരിക്കട്ടെ. പ്രശംസിക്കുന്നവൻ ഞാൻ ഭൂമിയിൽ കരുണയും ന്യായവും നീതിയും പുലർത്തുന്ന കർത്താവാണെന്ന അറിവിൽ പ്രശംസിക്കട്ടെ. ഇതിലാണ് ഞാൻ ആനന്ദിക്കുന്നതെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. പരിച്ഛേദിതരെയും അപരിച്ഛേദിതരായ എല്ലാവരെയും ഞാൻ ശിക്ഷിക്കുന്ന ദിവസം ഇതാ വരുന്നു. കർത്താവ് അരുളിച്ചെയ്യുന്നു. ഈജിപ്ത്, യൂദ, ഏദോം, അമ്മോന്യർ, മൊവാബ്യർ, ചെന്നിപടിച്ച മരുഭൂമിവാസികൾ, ഇവരെല്ലാം അപരിച്ഛേദിതരാണ്. ഇസ്രായേൽ ഭവനം മുഴുവൻ ഹൃദയത്തിൽ അപരിച്ഛേദിതരാണ്.